രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ചേലക്കരയിൽ വീട്ടിൽ വെള്ളം കയറി. ചേലക്കോട് ഗ്യാസ് ഗോഡൌണിന് സമീപം താമസിക്കുന്ന ചാത്തംകുളം സുകുമാരന്റെ മകൻ പ്രവീണിന്റെ വീട്ടിലാണ് വെള്ളം കയറിയത്. പ്രദേശത്തെ തോടുകൾ വൃത്തിയാക്കാത്തതാണ് ഇത്തരത്തിൽ വെള്ളം കയറാൻ കാരണമായതെന്ന് കൊണ്ടാഴി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം മോഹൻകുമാർ പറഞ്ഞു. ഈ തോടുകൾ മെയിനായിട്ട് വൃത്തിയാക്കണില്ല, അതാണ് ഇപ്പോൾ ഈ വെള്ളം കയറാനുള്ള സാഹചര്യം. 2018 പ്രളയം വന്നപ്പോൾ മൊത്തത്തിൽ എല്ലാ പ്രദേശങ്ങളിലും വെള്ളം കയറിയ സമയത്ത് ഇവിടെയും കയറിയിരുന്നു. ആ സമയങ്ങളിലെല്ലാം വർഷങ്ങളിൽ ആ വേനൽക്കാല സമയത്ത് നമ്മൾ ഈ തോടുകൾ വൃത്തിയാക്കിയായിരുന്നു. ഇപ്പോൾ അവിടുന്ന് തോട്ടിന്ന് നമ്മുടെ ചേലക്കോട് വില്ലേജ് ഓഫീസിൻ്റെ അവിടുന്ന് വരണ ആ തോട്ടിലത്തെ വെള്ളം നമ്മുടെ സെൻറ്റർ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് കുറച്ച് തള്ളിയിട്ടാണ് ഒഴുകുന്നത്. ആ തോട് പൊട്ടിയിട്ട് കണ്ടത്തു കൂടെയാണ് വെള്ളങ്ങളെല്ലാം വരണത്. ആ തോടിനെ സംരക്ഷിക്കാൻ പഞ്ചായത്തോ അല്ലെങ്കിൽ അതിൻ്റെ കൃഷി വകുപ്പോ എനിക്ക് ഇത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വെള്ളം എല്ലാം ഈ പാടത്തിൻ്റെ നടുക്ക് കൂടെ വരിക കാരണമാണ് ഇവരുടെ വീട്ടിൽ കയറാനുണ്ടായ പ്രത്യേക സാഹചര്യം. അല്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസമൊന്നും മഴ പെയ്താൽ ഇവിടെ വെള്ളം കയറാറില്ല. ഇപ്പോൾ തോട്ടുകൂടെ വെള്ളം ഒഴുകാതെ വെള്ളമെല്ലാം പാടത്തുകൂടെ നടുപാടത്തു കൂടെയാണ് ഒഴുകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സാഹചര്യം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് എത്രയും നിരവധി തവണ പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടിട്ടും ഇപ്പം ഞാനിരിക്കുന്ന സമയത്ത് തന്നെ 1-2 സ്ഥലങ്ങളിൽ തോട് പൊട്ടിയിരുന്നു. അതൊക്കെ ആ സമയങ്ങളിൽ തന്നെ നമ്മൾ കൃഷി വകുപ്പിൻ്റെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ട് അത് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ മെമ്പർമാർ പറയാതെയാണോ അല്ല പഞ്ചായത്ത് ഇടപെടാതെയാണോ എന്താണെന്ന് അറിയില്ല. ഇവിടുന്ന് ഇവർ നിരന്തരം പരാതികളും കൊടുക്കാറുണ്ട്. എല്ലാ വർഷവും ഇപ്പോൾ ഈ വെള്ളം കയറുന്നത് ഒരു സ്ഥിരം പതിവായി മാറിയിരിക്കുകയാണ്. തോടുപൊട്ടി സമീപത്തെ പാടങ്ങളിലേക്ക് വെള്ളം നിറഞ്ഞൊഴുകുന്നത് പലതവണ അധികാരികളോട് പരാതിപ്പെട്ടെങ്കിലും തോടിന്റെ അരികു കെട്ടി സംരക്ഷിക്കാൻ ആവശ്യമായ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നും ആരോപണം. വർഷങ്ങളായി മഴ പെയ്താൽ വീട്ടിൽ വെള്ളം കയറുന്നത് സ്ഥിരം സംഭവമായി മാറിയതായും പരാതിയുണ്ട്. 9 വർഷത്തോളമായി യാതൊരുവിധ പണികളും നടത്തിയിട്ടില്ല. തോട് വൃത്തിയാക്കാനോ അല്ലെങ്കിൽ തോട് അരിക് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ തോട് അരിക് പൊട്ടിയിട്ട് ആ വെള്ളം തോട്ടിലൂടെ ഇപ്പോൾ വെള്ളം ഒഴുകണില്ല. കുറച്ച് നമ്മൾ ആ ചേലക്കോട് സെൻറ്ററും കൂടെ എടുത്ത് കഴിഞ്ഞ് ഗ്യാസ് ഗോഡൗൺ വരെ നോക്കി കഴിഞ്ഞാൽ ആ തോട്ടിലൂടെ വെള്ളം വരുന്നില്ല. ഒക്കെ ഈ പാടത്തൂടെ പൊട്ടിയിട്ട് പാടത്തൂടെയാണ് ഒഴുകി വരുന്നത്. അങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണ് ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പിൻവശത്തു കൂടി അത് മുഴുവനും വേലിയൊക്കെ പൊളിച്ച് വെള്ളം ഉള്ളിലേക്ക് കടന്ന് അങ്ങനെ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടാണ് ഇപ്പോൾ ഈ തോട്ടിലേക്ക് പോകുന്നത്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയുടെ നിർമ്മാണ സമയത്ത് പരിസരത്ത് കൂട്ടിയിട്ട മണ്ണും വെള്ളപ്പൊക്ക ഭീഷണി ഇരട്ടിയാക്കുന്നതായി പ്രവീൺ പറയുന്നു. ഈ വാഴക്കോട് പ്ലാഴി റോഡിൻ്റെ ഒരു നിർമ്മാണം സംബന്ധിച്ച് അവിടുന്ന് എടുത്തിട്ടുള്ള മണ്ണ് മുഴുവനും കൊണ്ടുവന്നിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ മണ്ണ് കൂട്ടിയിട്ടിരിക്കുക. അതിപ്പോൾ കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട് ഞങ്ങളത് അവരോട് സ്ഥിരം പറയുന്നുണ്ട്. ആ മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യണം. കാരണം ആ മണ്ണ് ഇവിടെ കിടക്കുന്നിടത്തോളം ഇവിടെ ഭയങ്കര വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യണം എന്ന് പറയുമ്പോൾ PWDയുടെ അടുത്ത് നിന്നുള്ള ആൾക്കാർ എഞ്ചിനീയർമാരൊക്കെ വന്നിട്ട് ലേഡി വന്ന് നോക്കിയും അവരത് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവർ പറഞ്ഞത് ടെൻഡർ എടുക്കാൻ ആളില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് ഈ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തെ കൊല്ലം പറഞ്ഞത് ടെൻഡർ എടുത്തു. പക്ഷേ ആ മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് അവർക്ക് എക്സ്പെൻസ് കൂടും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇതായിട്ട് ടെൻഡറായിട്ട് വിളിക്കണം. അത് കഴിഞ്ഞിട്ട് അത് നോക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മണ്ണ് മാറ്റും എന്നൊക്കെയുള്ളൊരു ഉറപ്പ് തരുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഇപ്പോൾ 6 കൊല്ലത്തോളമായി ഇതുവരെ ആ മണ്ണ് അവിടെ നിന്ന് മാറ്റാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ആ മണ്ണ് ഇട്ടിട്ടുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഉണ്ടാകുക. കാരണം വെള്ളം ഒഴിഞ്ഞു പോകാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട് ആ മണ്ണിട്ട്. കാരണം ആ വെള്ളം മുഴുവനും ഇപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള മലകളിൽ നിന്നുള്ള വെള്ളം വരുന്നത് മുഴുവനും ആ ഭാഗത്തൂടെ ഒഴുകിയായിരുന്നതാണ്. അതാണ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ട് ആ മണ്ണിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യാൻ പലതവണ അധികാരികളെ സമീപിച്ചെങ്കിലും പ്രവർത്തനം വാക്കുകളിൽ മാത്രം ഒതുങ്ങിയതായും വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും നടപടികളേതും സ്വീകരിച്ചിട്ടില്ല എന്നും ആക്ഷേപമുയരുന്നു. അപ്പം ഞാനിത് 2-3 തവണ പഞ്ചായത്തിൽ പോയിട്ട് തൊഴിലുറപ്പിൻ്റെ ഫണ്ട് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. വൃത്തിയാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അരികെ കെട്ടി ചെയ്യാം. അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അതുപോലും ചെയ്യാൻ അവർ ഇതില്ല. കാരണം പൊതുജനങ്ങൾക്ക് ഹിതമായ രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം എമർജൻസി ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് മണ്ണിടിച്ചിലും അതുപോലെ ഒരുപാട് കാലവർഷക്കെടുതികളും ദുരന്തങ്ങളും അനുഭവിക്കുന്നുണ്ട്. അപ്പം ഈ ദുരന്തം വന്നതിന് ശേഷം അവിടെ എന്തെങ്കിലും പ്രതിവിധികൾ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടികൾ എടുക്കുന്നതിന് മുന്നേ ആ ദുരന്തം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സർക്കാർ സംവിധാനം
ഇത് യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിൽ വീട്ടിനകത്ത് വലിയ തോതിൽ വെള്ളം കയറിയതോടെ ടെറസിന് മുകളിലാണ് തങ്ങൾ കഴിഞ്ഞതെന്നും പ്രവീൺ പറയുന്നു. ഒരു 7-8 മണിയാകുമ്പോഴേക്കും വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. 12 മണിയാകുമ്പോഴേക്കും വീട് ഫുള്ള് വെള്ളത്തിലായി. പകുതി ചുമര് വരെ വെള്ളത്തിൻ്റെ ഉള്ളിലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ സാധനങ്ങൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെള്ളം കയറി അതിനിപ്പോൾ നശിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നാശനഷ്ടങ്ങളുണ്ടായി. പിന്നെ കുറേ കിടക്കയും അതുപോലെ കട്ടിൽ ഇതൊക്കെ നനഞ്ഞു. അലമാരിയിലുണ്ടായിരുന്ന വസ്ത്രങ്ങളൊക്കെ ഞങ്ങൾ എന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ചേലക്കര പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. അവിടെ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൽ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി വന്ന് നോക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പുള്ളിക്ക് ഇങ്ങോട്ട് വരാനും ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം അത്രയും അരയ്ക്കൊപ്പം വെള്ളം ഉണ്ടായിരുന്നു മുറ്റത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കുട്ടികളായിട്ട്, എനിക്കൊരു ചെറിയ കുട്ടിയുണ്ട്, അപ്പോൾ കുട്ടികളായിട്ട് പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് ഇന്നലെ രാത്രി മുഴുവൻ ടെറസിൻ്റെ മുകളിലാണ് ഞങ്ങൾ കഴിച്ചു കൂട്ടിയത്. അധികാരികൾ അടിയന്തരമായി ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രവീണിന്റെയും കുടുംബത്തിന്റെയും ആവശ്യം. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.